ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞ എം.എൻ. നാഫിയ ഇന്ന് ദേശീയ അവാർഡിന്റെ തിളക്കത്തിലാണ്. ദേശീയ പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയതിന്റെ അഭിമാനത്തിലാണ് പാലക്കാട് വാളയാർ സ്വദേശിനിയായ നാഫിയ. ശരീരത്തിന് ഉയരക്കുറവുണ്ടെങ്കിലും മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുകയാണ് നാഫിയ. ദേശീയ പാരാ പവർ ലിഫ്റ്റിങ്ങിൻ്റെ ദേശീയ ജേതാവായ നാഫിയാണ് എന്നോടൊപ്പം ഉള്ളത്. നാഫിയയുടെ ഉമ്മയും കോച്ചും ഉണ്ട്. നാഫിയ ഇപ്പോൾ എത്രത്തോളം ഹാപ്പിയാണ്? വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം ഒരു ഓർഫനേജിലാണ് പഠിച്ചത്. അങ്ങനെ എനിക്ക് ലളിത ടീച്ചറിനെ പരിചയമായതാണ്. പിന്നെ ഈ സ്പോർട്സൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ടീച്ചർ പരിചയപ്പെടുത്തി തന്ന്. പിന്നെ ഇങ്ങനെ ഓരോരോ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനൊക്കെ പോയി. ആ ഒരു സമയത്ത് നാഷണലിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പഠിപ്പ് കഴിഞ്ഞ ശേഷം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ജിമ്മ് പ്രൈംവിറ്റ് സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോൾ നമ്മളുടെ നെൽസൺ ഏട്ടനും പ്രവീൺ ഏട്ടനും എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തു, എന്നെ നല്ല ചെയ്യിപ്പിച്ചു, എനിക്ക് നല്ല മോട്ടിവേറ്റ് തന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേറ്റിൽ ഗോൾഡ് മെഡൽ ഫസ്റ്റ് അടിച്ചു. പിന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്തു. അതിന് വേണ്ടിയുള്ള അവരെ എഫക്റ്റ് എനിക്ക് നന്നായി ഇട്ട് തന്നു. രണ്ടാൾക്കാരും എനിക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. എൻ്റെ കൂടെ നന്നായി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ലൊരു സ്പോൺസർഷിപ്പും എല്ലാ കാര്യത്തിലും അവർ എനിക്ക് നല്ലൊരു സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഹാർഡ് വർക്കും എനിക്ക് തന്നപ്പോഴാണ് ഞാൻ നാഷണലിൽ ഫസ്റ്റ് ഒരു ഗോൾഡ് മെഡൽ അടിച്ചത്. ഇനിയും ഉയരത്തിൽ എത്താൻ അവർ എൻ്റെ കൂടെ നിൽക്കും. എനിക്ക് സപ്പോർട്ടായിട്ട് അവരെന്തായാലും എൻ്റെ കൂടെ നിൽക്കും. സോ ഇനിയും നമ്മൾ ഇൻ്റർനാഷണലിലേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ വളരെ സന്തോഷമുണ്ട് നാഷണലിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ അടിച്ചതിന്. ഈ പവർ ലിഫ്റ്റിംഗ് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നത് എപ്പോഴാണ്, എത്ര വയസ്സിലാണ്? ഞാൻ 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ് ഞാനിത് തുടങ്ങിയത്. ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഒരു പേടി ടെൻഷനൊക്കെ ഉണ്ടാവും. പറ്റുമോ, ഇത്രയും വെയിറ്റ് പൊക്കണ്ടേ, അങ്ങനെ വേണ്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത് നമുക്ക് സിമ്പിളായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ നാഷണൽ ലെവലിൽ എത്രയാണ് പൊക്കിയത്? നാഫിയുടെ വെയിറ്റ് എത്രയാണ്? എൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 40 അപ്പോൾ ഞാൻ 40 കിലോ ആണ് ബെഞ്ച് പ്രസ് പൊക്കിയത്. 40 കിലോ ആണ് ഞാൻ പൊക്കിയത് ബെഞ്ച് പ്രസ്. ഈ ഡോക്ടർമാർ നടക്കില്ല എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇപ്പോൾ പവർ ലിഫ്റ്റിംഗിൽ ഈ ദേശീയ ചാമ്പ്യൻ ആയത്. ഇപ്പോൾ വലിയ സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷമായി. എനിക്ക് വന്ന് ഈ സന്തോഷത്തിനെ എത്ര ദൂരം കൊണ്ടുപോകണമെന്ന് എനിക്കറിഞ്ഞില്ല. അത്ര സന്തോഷമുണ്ട് എനിക്ക്. പടച്ചോൻ്റെ അടുത്ത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കണേ. എനിക്കിങ്ങനത്തെ ഒരു കുട്ടീനെ തന്ന് എനിക്കൊരു കഷ്ടപ്പാടും തന്ന് ആ കഷ്ടപ്പാട്ടിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു സന്തോഷത്തിനെയും തന്നിക്കണല്ലോ. അപ്പം അതിന് ഞാൻ പടച്ചോനക്ക് നന്ദി പറയുക. നാഫിയയുടെ ഈ മസിൽസ് ഒക്കെ ഈ സ്ട്രോങ് ആണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ്? പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അതെ, ഇവളുടെ കാര്യത്തിൽ നമ്മൾ എന്തായാലും നല്ല ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ അവൾ ഒന്നാമത്തെ വളർച്ചയില്ല, ഡിഫറെൻറ്റ് ടേബിൾ അല്ലേ. അപ്പോൾ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിവിടെ സ്റ്റേറ്റിൽ നമ്മൾ ഗോൾഡ് മെഡൽ അടിച്ചു. അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിലാണ് നമുക്ക് നാഷണൽ കോമ്പറ്റീഷൻ്റെ ബ്രൗഷർ വന്നത്. വിത്തിൻ കുറച്ച് ഇരുന്നാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ സമയത്തിൽ നമ്മൾ പക്ക കെയർഫുൾ ആയിട്ടാണ് നമുക്ക് വർക്കൗട്ട് രീതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രോപ്പറായി ട്രെയിൻ ചെയ്തു. ഇവൾ നല്ല വിൽ പവറുള്ള കുട്ടിയാണ്. അവൾ നല്ല രീതിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നമ്മൾ നേടണം എന്നൊരു വാശിയുള്ള കുട്ടിയാണ്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കി ഞങ്ങൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്തു. വിത്തിൻ 1 മന്തിൽ അവൾ 10 കിലോ അനുസരിച്ച് ഇൻക്രീസ് ചെയ്തു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ. അവൾ 40 വെയിറ്റ് ആണ് അവളുടെ ബോഡി വെയിറ്റ്. പക്ഷേ അവൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ 45 വരെ അവൾ ലിഫ്റ്റ് ചെയ്യും. അവളുടെ ടോപ്പ് ലിഫ്റ്റിംഗ് 45 ആണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ എവിടെയാ അന്ന് തീരുമാനമാവുന്നുണ്ടാവുള്ളൂ അല്ലേ? ഇൻ്റർനാഷണൽ ഇനിയും ലിസ്റ്റ് വന്നിട്ട് എന്തായാലും പോവും. നാഫിയ ലോകത്ത് തന്നെ ഈ പവർ ലിഫ്റ്റിംഗ് രംഗത്ത്, ഈ പാരാ പവർ ലിഫ്റ്റിംഗ് രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ +1 വിദ്യാർത്ഥിനിയാണ്. ഇനിയും നാഫിയയ്ക്ക് മുൻപിൽ ഒരുപാട് കാലം കിടക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർമാർ എഴുന്നേറ്റ് നടക്കില്ലെന്ന് വിധി എഴുതിയ കുട്ടിയാണ് പവർ ലിഫ്റ്റിംഗിൽ രാജ്യത്തെ ഒന്നാമതെത്തിയിരിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.